ഹലോ ഫ്രണ്ട്സ്, പപ്പായ ഉണ്ടോ എങ്കിൽ ഇതുപോലെ ഒരു നല്ല അച്ചാർ വേറെ ഇല്ല. അടിപൊളിയാണ്, വെറുതെ കഴിക്കാൻ പോലും നല്ല രുചിയാണ്. ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി തൊലി കളഞ്ഞ പപ്പായ ഇതുപോലെ നീളത്തിലരിഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി. അത് തൊലി കളഞ്ഞ് ഇതുപോലെ വെച്ച് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ചതച്ചെടുക്കണം. ഇനിയാണ് നമ്മൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിലേക്ക് 2 കറിവേപ്പില വേണം. പിന്നെ വേണ്ടതാണ് ഉലുവ, കടുക് എന്നിവ വറുത്ത് പൊടിച്ച് എടുക്കണം. ഇതുപോലെ വറുത്ത് പൊടിച്ചതിന് ശേഷം പിന്നെ വേണ്ടതാണ് കായപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ചട്ടി വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് നന്നായി ഇളക്കി പിന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഒരു നുള്ളിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച ഉലുവ, കടുക് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ച പപ്പായ ഇതിലേക്കിട്ട് മസാലകളെല്ലാം ആവുന്ന വിധം ആക്കി ഇതിലേക്ക് വിനാഗിരി കൂടി ഇട്ട് കൊടുത്ത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ രുചിയേറും പപ്പായ അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.